ഇപ്പോൾ സാറേ ഡയറക്ഷൻ എന്നുള്ളവർ പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ല ഇടയ്ക്ക് അല്ല അഭിനയിക്കാൻ അതുകൊണ്ടല്ല ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഒരു 3-4 പടം ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. മണൽ നഗരം തിരക്കടില്ലാതെ റിവ്യൂസൊക്കെ വന്ന് തമിഴ്നാട്ടിൽ തിരക്കടില്ലാതെ ബിസിനസ്സൊക്കെ ആയ സിനിമ. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കഥ വന്ന് പറഞ്ഞത്. എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്ക് അപ്പോൾ പിന്നെ അതിൽ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഈ കയറി. ഡയറക്ഷൻ എന്ന് പറയുന്ന ആഗ്രഹം പണ്ട് അഭിനയിക്കുന്ന സമയത്ത് അന്ന് വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു ഒറ്റയടിക്ക് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സ്റ്റാർട്ടിലേക്ക് എത്തി. അതെ, അന്ന് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആഗ്രഹം അഭിനയിക്കുന്ന സമയത്ത് അന്നൊന്നും ഞാനെ കുറിച്ച് ചിന്തിച്ചു. ബ്രേക്ക് എടുത്ത സമയത്താണ് കുറച്ചൊരു ബ്രേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് സംവിധാനം ചെയ്തുകൂടാ. നമ്മൾ എത്രയോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ട്, അല്ല നമുക്ക് അന്നല്ല, എന്നാലും നമ്മളൊരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നിട്ട് ഇപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വെച്ച് ഒരു 50 മിനിറ്റ്സ് വരുന്ന കാട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ആണ് ഞാൻ പിന്നെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന വൈറസ്. അതൊരു ചെറിയ പടമായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതിൽ പല ഘടകങ്ങളുണ്ട്. അത് ഇറങ്ങുന്ന സമയം, അതിൻ്റെ പിന്നിൽ അത് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാ കാര്യങ്ങളും ഇറങ്ങുന്ന സമയം വലിയൊരു കാര്യമാണ്. അപ്പോൾ എറിക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, കുറച്ചും കൂടി വിഷ്വലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ ജോഷി സാറിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച എനിക്ക് തോന്നുന്നു മമ്മൂക്കൊക്കെ കഴിഞ്ഞ ഒരു വർഷം 9 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വ സാർ ഒരുപാട് പേരുണ്ട്, PG വിശ്വനാഥൻ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയൊരു ലേണിംഗ് ഇന്ന് ഏതെല്ലാം രീതിയിലാണ് അത് പ്രാക്ടിക്കലി അവരൊക്കെ ഓർക്കുന്നത്? എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചില ഡയറക്ടേഴ്സ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ജോഷിയേട്ടൻ, പിന്നെ അതുപോലെ IV ശശി, ഹരിഹരൻ സാറ്, പിന്നെ അതുപോലെ പല ഡയറക്ടേഴ്സ്, ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന രീതികൾ നോട്ട് ചെയ്യും. പക്ഷെ അന്ന് ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഇല്ല. എന്നാലും ജോഷിയേട്ടൻ്റെ പടമായാലും അവരെയൊക്കെ ഒരു പടങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ട് ഫാസിൽ, പാച്ചിക്കയുടെ പടങ്ങൾ, അപ്പോൾ ഇതൊക്കെയായിരിക്കും എൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടിയും എക്സ്പെരിമെൻ്റൽ ആവാം, കുറച്ചും കൂടിയും കുറേ കാര്യങ്ങൾ പഠിക്കാൻ തോന്നി. അങ്ങനെയാണ് പഠിക്കും. ഇപ്പോൾ ഈ രണ്ടാമതൊരു തിരിച്ചുവരവ് നടന്നത് കിഴക്കണൊരു പക്ഷി എന്നുള്ള സിനിമയിലായിരുന്നു. അപ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊരു വില്ലനായിട്ട് വന്നത് അത് വിജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിലോട്ട് പോകുമായിരുന്നു. അത് വിജയിച്ചില്ല. അഭിമന്യു അങ്ങനെ വിചാരിച്ച പോലെ ഏറ്റില്ല. അപ്പോഴാണ് അഭിമന്യു ഏറ്റു. പക്ഷെ എൻ്റെ ക്യാരക്ടർ സാറിന് അതൊരു സിനിമ വിജയമായിരുന്നെങ്കിൽ എനിക്ക് സാറിന് അതൊരു ഉദ്ദേശിച്ച ലെവലിലോട്ടുള്ള ഒരു അവിടെ നിന്നൊക്കെയാണ് ഞാൻ പിന്നെ സിനിമയൊക്കെ കുറച്ച് മാറാം. പക്ഷെ അതിനുശേഷം സാർ പിന്നെ ഡയറക്ഷനിലോട്ട് പ്ലാൻ ചെയ്തു. സുരേഷ് ഗോപി വെച്ച് അതിനുവേണ്ടി വർഷങ്ങൾ മാറ്റി വെച്ചു. അത് നടന്നില്ല. അന്ന് ചിലപ്പോൾ കുറച്ചും കൂടി സുരേഷ് ഗോപി എനിക്ക് ഡേറ്റ് ഒക്കെ തന്നു. കഥ വേറെ സിനിമയായിട്ട് സാമ്യം വന്നുകൊണ്ട് സബ്ജക്റ്റ് വേറെ ഇതുമായിട്ട് സാമ്യം വന്നു. പിന്നെ വേറൊന്ന് എഴുതി നമുക്കൊരു കോൺഫിഡൻസ് വരണ്ടേ. സാർ തന്നെയാണോ എഴുതിയതും? അല്ല, അത് വേറെ എഴുതിയത്.